Good morning. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ പേര് അറിയാമോ? നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നെയിമാണ് കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പീരിയഡ് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമുണ്ട്. ടീച്ചർ ചോദിക്കട്ടെ, ആർക്കൊക്കെ ഇവിടെ നമ്പേഴ്സിനെ പറ്റി അറിയാം? ലൈക്ക് എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്? Natural numbers. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, Integers. Prime numbers. ഓക്കെ. അപ്പോൾ നോർമലി ഒരു സാധാരണ കുട്ടികളുടെ ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റി പോസിറ്റീവ് നമ്പേഴ്സിനെ പറ്റി അറിയാം അല്ലേ? എന്ത് പോസിറ്റീവ് നമ്പേഴ്സ്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരും. 1, 2, 3. 1, 2, 3. വെരി ഗുഡ്. അടുത്ത നെഗറ്റീവ് നമ്പേഴ്സ് ആര് പറയും? -1, -2. -1, -2. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? 1, 2, 3 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ട് -1, -2, 3 എക്സെട്ര അല്ലേ? ഇപ്പൊ നമ്പേഴ്സിനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ ടീച്ചർ ഒരു ടാസ്ക് തരാം. ഞാൻ ബോർഡിലൊരു ഡോട്ട് ഇട്ടു. ഓക്കെ, അത് ആരെങ്കിലും ഒരാൾ എനിക്ക് ആ ഡോട്ട് ഞാൻ ഈ ബോർഡിൽ എവിടെയായിട്ട് എന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഞാൻ എവിടെയായിരുന്നു ബോർഡിൽ ഡോട്ട് ഇട്ടേ? അവിടെ അവിടെ പറ്റുന്നില്ല. ബോർഡ് എവിടെ? ജസ്റ്റ് പറയാം. ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, എന്ന് പറ. ഞാനൊരു കൊച്ചു വന്നിട്ട് അതിനോട് ചോദിക്കാം, ഇന്നലെ ടീച്ചർ എവിടെയാ ഒരു ഡോട്ട് ഇട്ടെന്ന് പറഞ്ഞല്ലോ, എവിടെയാ ഡോട്ട് ഇട്ടത്? അപ്പൊ എന്നെ എങ്ങനെ പറഞ്ഞു? ലെഫ്റ്റ് സൈഡിൽ. ബോർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ബോർഡിന്റെ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് മൊത്തം ലെഫ്റ്റാ. ഞാൻ മൊത്തം കുത്തിട്ടില്ല, ഞാൻ ഒരിടത്തേ കുത്തിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ പറയും? ലെഫ്റ്റ് സൈഡിൽ മുകളിൽ. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ. അപ്പോഴും ഇത്രയും പോർഷൻ ഉണ്ട്, ഞാൻ അവിടെ ഒന്നും കുത്തിയിട്ടില്ല. അപ്പൊ എങ്ങനെ പറയും? അറിയില്ല. അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻലി പറയുന്ന ഇത് തന്നെയാണ്, ഒരു ഡോട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് പ്രധാനമായിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. എന്താ ഇതിനെ കുറിച്ചാണോ? ആക്സിസ്. ആക്സിസ്. അപ്പോ ഈ വരച്ചിരിക്കുന്ന രണ്ട് വരകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് മീറ്റ് ചെയ്യുന്ന ഈ ജോയിന്റ് പോയിന്റ് നമ്മൾ പറയുന്ന പേര് എന്താണെന്ന് അറിയോ? ഒറിജിൻ. ഓക്കെ, ഇതിൽ ഈ താഴെ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. ആൻഡ് ഹൊറിസോണ്ടലി ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന പോയിന്റ് നമ്മൾ എന്തെന്ന് പറയും? എക്സ് ആക്സിസ്. ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ വരച്ചിരിക്കുന്നതാണ് കോർഡിനേറ്റ് ആക്സിസ്. ആക്സിസിൽ രണ്ട് ആക്സിസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് O എന്നാണ്. അതിനെ വിളിക്കുന്ന പേര് ഒറിജിൻ. ആക്സിസിലെ വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ പറയുന്ന പേര് വൈ ആക്സിസ് എന്നും ആക്സിസിലെ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ പറയുന്ന പേര് എക്സ് ആക്സിസ്. ഇനി പഠിക്കേണ്ട പ്രത്യേക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഒറിജിന്റെ റൈറ്റ് ഭാഗത്തോട്ടെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടെല്ലാം നെഗറ്റീവ് വാല്യൂസ്. ഒറിജിന്റെ മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് വാല്യൂസ്, അതുപോലെ ഒറിജിന്റെ താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് വാല്യൂസ്. ഡൗട്ട് ഉണ്ടോ? നമുക്കതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂസിന് നമുക്ക് ഇത് വൈ ആക്സിസ് ആണോ എക്സ് ആക്സിസ് ആണോ? ഇത് വൈ ആക്സിസ്. വൈ കൊടുക്കാം. ഇത് വൈ ആണോ എക്സ് ആണോ? എക്സ്. പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് റീസൺ നമ്മൾ വൈ എന്നും എക്സ് എന്നും പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് റീസണെ നമുക്ക് വൈ ഡാഷ് എന്നും എക്സ് ഡാഷ് എന്നും പറയാം. ഡൗട്ടുണ്ടോ? ഇനി നമുക്ക് ഇതിൽ പോയിന്റ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ പോയിന്റ്സ് അടയാളപ്പെടുത്താം. സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യും? 1 സെന്റിമീറ്റർ അടവിട്ട് 1, 2, 3, 4 എക്സെട്ര കൊടുക്കും. ഡൗട്ടുണ്ടോ? അപ്പൊ ഇങ്ങോട്ട് എന്താ 1 ആണോ -1? -1. സോ -1, -2 ഇങ്ങോട്ട്, 1, 2, 3 ഇങ്ങോട്ട്, -1, -2. ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആക്സിസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ, പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്. ഓക്കെ ആണോ? ഇനി ടീച്ചർ ഒരു കുത്തിട്ടു. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? ഇത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആ കുത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടലി വര വരയ്ക്കും, വെർട്ടിക്കലി വര വരയ്ക്കും. എന്ത് ചെയ്യും?
ആ പോയിന്റ് y ആക്സിസിൽ എവിടെ മീറ്റ് വൈയിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് 3. അപ്പോ ആ പോയിന്റ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം 3 3 എന്നിടത്താണ് ആ പോയിന്റ് ഇരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ടീച്ചർ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും എക്സിലോട്ടും വൈയിലോട്ടും എന്ത് ചെയ്യും വരയ്ക്കും. ഇനി എക്സിൽ എവിടെയാണ് മീറ്റ് ചെയ്തേക്കുന്നത് 2 വൈയിൽ എവിടെയാണ് മീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ പോയിന്റ് ഞാൻ എവിടെ ഇട്ടത് 2 2 എന്ന പൊസിഷനിലാണ് ആ പോയിന്റ് ഇട്ടത്. ഇംഗ്ലീഷ് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. നമ്മൾ വീണ്ടും എന്ത് ചെയ്തു എക്സിലോട്ടും വൈയിലോട്ടും വരച്ചു. കോർഡിനേറ്റ്സ് പറഞ്ഞേ -2. -2 -2 ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആക്സിസ് വഴി ഇങ്ങനെ ഒരു പോയിന്റിനെ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഈ എഴുതിയിരിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും കോർഡിനേറ്റ്സ്. ഇനി ചോദിക്കട്ടെ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഞാൻ എടുത്താൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എക്സിൽ വൈക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. പക്ഷെ എക്സിന്റെ വാല്യൂ ഉണ്ടോ? എക്സിന്റെ വാല്യൂ എത്രയാ 4. വൈക്ക് വാല്യൂ ഉണ്ടോ? അപ്പൊ അതിനുള്ളതെന്ന് പറയും 0. അപ്പൊ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് വൈ വാല്യൂ എന്തായിരിക്കും 0. ഇനി വൈ ആക്സിസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ എക്സിനുള്ള വാല്യൂ ഉണ്ടോ? അപ്പൊ അത് 0. വൈയുടെ വാല്യൂ എത്ര? -2. അപ്പൊ അത് -2. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ആക്സിസ് പഠിച്ചു. ഒരു പോയിന്റ് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ആക്സിസ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്താണ്? വൈ ആക്സിസ്. സോറി വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ്. സൈഡിലെ പോസിറ്റീവും നെഗറ്റീവും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഒറിജിൻ. ഒറിജിനുള്ള കോർഡിനേറ്റ്സ് എന്താണ്? 0 0 ഓൾവേസ്. ആൻഡ് ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? പോയിന്റ്സ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആദ്യത്തെ എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും, രണ്ടാമത്തെ വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ദെൻ എക്സ് ആക്സിസിലെ കോർഡിനേറ്റ് y0 ആയിരിക്കാം, വൈ ആക്സിസിലെ പോയിന്റ്